തൃശൂർ അതിരൂപത ജൂലൈ 3 അവകാശ ദിനമായി ആചരിച്ചു. അവകാശ ദിന ആചരണത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെയും പാസ്റ്ററൽ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് റാലിയും ധർണയും സംഘടിപ്പിച്ചു. സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും ഔദ്യോഗികമായും പ്രസിദ്ധീകരിക്കണമെന്നും കമ്മീഷന്റെ ശുപാർശകൾ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കളക്ടറേറ്റിന് മുന്നിലേക്ക് റാലിയും ധർണയും നടത്തിയത്. തൃശൂർ അയ്യന്തോൾ പള്ളിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ സമൂഹത്തിൽ അവഗണന നേരിടുന്നതായി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. രാഷ്ട്രനിർമ്മിതിയിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹമാണ് ക്രൈസ്തവ വിശ്വാസികൾ. എന്നിട്ടും അതെല്ലാം വിസ്മരിക്കപ്പെടുകയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. 2000 വർഷത്തെ പഴക്കമുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ. ഇന്ന് ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം വളരുന്നതിന് മുമ്പേ ഭാരതത്തിൽ AD 52 തോമസ് ലീഹ വരികയും 72 ധീര രക്തസാക്ഷിത്വം വരികയും ചെയ്തു. എന്നിട്ടും ക്രൈസ്തവ സമൂഹത്തെ വിദേശ മതമെന്ന് അവിടെയും ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ട്. രാഷ്ട്ര നിർമ്മിതിക്ക് താരതമ്യേന ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവ സമൂഹമാണ്. മിഷണറിമാര് എന്ന് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാം. പക്ഷേ ഇന്ന് ഈ ഉദാഹരണത്തിന് ഹിന്ദി ഭാഷ തന്നെ, മലയാളം ഭാഷ തന്നെ രൂപപ്പെടുന്നതിന് ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത സംഭാവനകൾ ഇന്നും ആരും ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിവേചനങ്ങൾ വിവേചനം ക്രൈസ്തവ സമൂഹം ഓരോ വർഷം കഴിയുന്തോറും കൂടി അനുഭവിക്കുന്ന പശ്ചാത്തലത്തില് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി തീർന്നിരിക്കുന്ന ക്രൈസ്തവ സമൂഹം തങ്ങളുടെ അവകാശത്തെ കുറിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി ജൂലൈ 3 തിരഞ്ഞെടുത്തത്. ഇന്ന് ജൂലൈ 3 ക്രൈസ്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കാൻ വർഷങ്ങളായി പറയുന്നു. എന്നാൽ ഇന്ന് പല പരീക്ഷകളും പലതും തന്നെ ഇന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞായറാഴ്ചകൾ കൂടി അതിനെ വെക്കാൻ തുടങ്ങി. ഈ അവസരത്തില് ഈ പുണ്യദിനത്തെ ജൂലൈ 3 അവധി ദിവസമായി പ്രഖ്യാപിക്കാൻ പരസ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ് പൊതുസമൂഹത്തോട്. 2000 വർഷത്തെ പഴക്കമുള്ള സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ സഭകൾക്ക് പ്രാമുഖ്യമുള്ള രാഷ്ട്രത്തെക്കാൾ പാരമ്പര്യം ഭാരതത്തിനുണ്ട്. AD 52 തോമസ് ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ മുതൽ രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസം ആരംഭിച്ചു. എന്നിട്ടും ഇപ്പോഴും വിദേശ സഭ എന്ന് മുദ്ര കുത്താൻ ചിലർ ശ്രമിക്കുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. രാഷ്ട്രനിർമ്മിതിയിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. മലയാള ഭാഷ രൂപപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ മിഷണറിമാർ വലിയ പങ്കാണ് വഹിച്ചത്. എന്നിട്ടും വിവേചനം നേരിടുന്നതായും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. എല്ലാ മേഖലയിലും ക്രൈസ്തവ സഭ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ക്രൈസ്തവ സഭ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണുള്ളതെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ക്രൈസ്തവ സഭ കേരളത്തിൽ നേരിടുന്ന അവഗണന പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ റിപ്പോർട്ട് നൽകി വർഷങ്ങളായിട്ടും അത് നടപ്പാക്കാൻ വേണ്ട ആർജവം സർക്കാർ കാണിക്കുന്നില്ലെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിഭാവനമായി കാണുന്ന ജൂലൈ 3 പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി വിവിധ ക്രൈസ്തവ സഭകൾ സർക്കാരിന് മുമ്പാകെ ഉന്നയിച്ചു വരികയാണ്. പക്ഷേ സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതായും ആർച്ച് ബിഷപ്പ് ആരോപിച്ചു. യോഗത്തിൽ തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി, കേരള കത്തോലിക്ക ഫെഡറേഷൻ പ്രസിഡന്റ് ഡോക്ടർ KM ഫ്രാൻസിസ്, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി ബിജു കുണ്ടുകുളം, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി LC വിൻസെന്റ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ഷെഗീന ന്യൂസ് ബ്യൂറോ, തൃശൂർ.